എൻ്റെ 3 മക്കളും തുണ്ടം കണ്ടിച്ചിട്ടല്ല അവർ കോൺഗ്രസ് വിട്ട് പോകത്തില്ല. രണ്ടുപേരും മുൻ മുഖ്യമന്ത്രിമാരുടെ 2 ആണ്. മക്കളാണ് വ്യക്തിപരമായിട്ട് അത് ഒരുപാട് അത് വേദനിപ്പിച്ചു. 2 പേരുടെ കാര്യം അതിൽ അനിലിൻ്റെ ഒരുപാട് വേദനിപ്പിച്ചു. അത് സത്യം തന്നെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബം വലിയ ചർച്ചാ വിഷയമാണ്. എല്ലാ മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബവും ചർച്ചാ വിഷയമായിട്ടില്ല. ചർച്ചാ വിഷയമാകുന്നത് കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ കുടുംബമാണ്. എന്തുകൊണ്ടാണ് എന്ന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ഇപ്പോൾ BJPയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം അങ്ങോട്ട് ചാടിയത് AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ്. AK ആന്റണി ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗമാണ്. ഏറ്റവും മുതിർന്ന നേതാവാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ. അദ്ദേഹത്തിൻ്റെ മകനാണ് BJPയിലേക്ക് പോയത്. BJP അത് വലിയ ആഘോഷമാക്കി മാറ്റുകയും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു BJP സ്ഥാനാർത്ഥിയായി. ഉയർന്ന പദവിയാണ് പാർട്ടിയിലൊക്കെ നൽകിയിരിക്കുന്നത്. എത്ര കാലം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കി കണ്ട് അറിയാം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു മുൻ മുഖ്യമന്ത്രിയുടെ മകൾ കൂടി BJPയിലേക്ക് പോയിരിക്കുന്നത്. അത് പത്മജ വേണുഗോപാലാണ്, K കരുണാകരൻ്റെ മകൾ. അപ്പോൾ ഒരു ചർച്ച നടന്നു കേരളത്തിൽ. ചർച്ച എന്താണ്? ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ കൂടി ഇതാ BJPയിലേക്ക് പോകുന്നു, അത് മകളാകാനാണ് സാധ്യത എന്ന്. അത് ചാണ്ടി ഉമ്മനാണ് എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ വന്നിരുന്നു. എന്നാൽ ചാണ്ടി ഉമ്മൻ അപ്പോൾ തന്നെ കയ്യോടെ അത് നിഷേധിച്ചു. പിന്നീട് അത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലെ ഒരു മകളുടെ പേരിലേക്ക് ചുരുങ്ങുകയും ചെയ്തിരുന്നു. ആ ഇടയ്ക്കാണ് മകൾ അച്ചു ഉമ്മൻ അനിൽ ആന്റണിക്ക് അനുകൂലമായി ഒരു പ്രസ്താവന ഇറക്കിയത്. അനിൽ ആന്റണി മത്സരിക്കുന്ന പത്തനംതിട്ടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകില്ല എന്ന്. അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. കോൺഗ്രസ് ഉമ്മൻചാണ്ടിയുടെ മക്കളെ പ്രചാരണത്തിൽ ഇറക്കുന്നുണ്ടോ എന്നത് മറ്റൊരു വിഷയമാണ്. അവസാന ഘട്ടത്തിലോ മറ്റോ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളുമൊക്കെ പ്രചാരണത്തിന് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഒരു ചർച്ചകൾ നടക്കുന്നുണ്ടാകും. ആ ചർച്ചയുടെ ഒരു ഘട്ടത്തിലായിരിക്കണം അച്ചു ഉമ്മൻ പറഞ്ഞത് പത്തനംതിട്ടയിലേക്ക് ഞാനില്ല, അനിൽ ആന്റണി എൻ്റെ ബാല്യകാല സുഹൃത്താണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ പ്രചാരണം നടത്തുകയില്ല എന്ന്. അത് വലിയ ചർച്ചയൊക്കെയായി മാറി. പിന്നീട് അച്ചു ഉമ്മൻ തന്നെ അത് തിരുത്തി പത്തനംതിട്ടയിൽ പ്രചാരണത്തിന് പോകുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഈ ഒരു ഘട്ടത്തിലാണ് ആ റിപ്പോർട്ടർ TVയുടെ ഇൻ്റർവ്യൂയുടെ തലക്കെട്ട് ഇങ്ങനെയാണ്: തുണ്ടം കണ്ടിച്ച് ഇട്ടാൽ പോലും മക്കൾ BJPയിലേക്ക് പോകില്ല. തുണ്ടം കണ്ടിച്ച് ഇട്ടാൽ പോലും മക്കൾ BJPയിലേക്ക് പോകില്ല എന്ന് വെച്ചാൽ കഷ്ണം കഷ്ണമാക്കി മാറ്റിയാൽ പോലും ഞങ്ങളുടെ മക്കൾ എവിടത്തേക്ക് പോകില്ല, BJPയിലേക്ക് പോകില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നത് ആരാണ്? മറ്റാരുമല്ല, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. മറിയാമ്മ ഉമ്മൻ്റെ ഇൻ്റർവ്യൂ ആണ് കൊടുത്തിരിക്കുന്നത് റിപ്പോർട്ടർ TV. അത് തലക്കെട്ടാണ് വായിച്ചത്. പറയുന്നത് ഇങ്ങനെയാണ്: ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കുടുംബസമേതം പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻ. തുണ്ടം കണ്ടിച്ചിട്ടാൽ പോലും 3 മക്കളും BJPയിലേക്ക് പോകില്ലെന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മക്കൾ പാർട്ടി വിടുമെന്ന പ്രചാരണം നടക്കുമ്പോൾ അങ്ങനെ അല്ലെന്ന് തെളിയിക്കണം. അനിൽ ആന്റണിയും പത്മജിയും BJPയിലേക്ക് പോയത് വിഷമിപ്പിച്ചു. അനിൽ ആന്റണി പോയതാണ് കൂടുതൽ വിഷമിപ്പിച്ചത് എന്ന് കരുതി അവരോട് വിരോധമൊന്നുമില്ലെന്നും മറിയാമ്മ പറഞ്ഞു. വീട്ടിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചാണ്ടി ഉമ്മൻ മാത്രം മതിയെന്ന് ഉമ്മൻചാണ്ടി തന്നെയാണ് പറഞ്ഞത്. ചാണ്ടി ഉമ്മൻ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. എങ്കിലും അർഹിക്കുന്ന പദവികൾ പോലും ചാണ്ടിക്ക് ഉമ്മൻചാണ്ടി നൽകിയിരുന്നില്ല. അച്ചു ഉമ്മനും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തുമെന്നും മറിയാമ്മ പറഞ്ഞു. അവസാന നാളുകളിൽ പോലും UDFന് വേണ്ടി പ്രയത്നിച്ച ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ലെന്ന് അറിയാമെന്ന് അവർ ഫേസ്ബുക്കിൽ കുറിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചും വാർത്തകൾ വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ഉമ്മൻ പറഞ്ഞ വാക്കുകൾ ചെന്ന് തറക്കുന്നത് എവിടേക്കാണ്? ആന്റണിയുടെ കുടുംബത്തിലേക്കാണ്, ആന്റണിയുടെ നെഞ്ചത്താണ്, ആന്റണിയുടെ ഭാര്യയുടെ നെഞ്ചത്തേക്കാണ്. ആ കുടുംബത്തിൽ നിന്നാണ്, AK ആന്റണിയുടെ കുടുംബത്തിൽ നിന്നാണ് മകൻ BJPയിലേക്ക് പോയത്. അത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ചു. 2 മുൻ മുഖ്യമന്ത്രിമാരുടെ 2 മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ മക്കൾ BJPയിലേക്ക് പോയി. ഒന്ന് അനിൽ ആന്റണിയും മറ്റൊന്ന് പത്മജ വേണുഗോപാലും. അതിൽ പത്മജ വേണുഗോപാൽ പോയതിൽ അത്ര സങ്കടമോ ദുഃഖമോ ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നിയത് അനിൽ ആന്റണി പോയപ്പോഴാണ് എന്നാണ് മറിയാമ്മ ഉമ്മൻ പറയുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് മറിയാമ്മ ഉമ്മൻ വിശദീകരിക്കുന്നില്ല. ഏതായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിൽ ഇറങ്ങുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറിയാമ്മ ഉമ്മൻ്റെ ഈ പ്രസ്താവന, മറിയാമ്മ ഉമ്മൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, മറിയാമ്മ ഉമ്മൻ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത് ഒക്കെ ചെന്ന് തറക്കുന്നത് AK ആന്റണിയുടെ കുടുംബത്തെയാണ്. AK ആന്റണിയുടെ കുടുംബത്തോട് എന്തോ പ്രതികാരം ചെയ്യുന്നത് പോലെയാണ് മറിയാമ്മ ഉമ്മൻ്റെ ഈ പ്രതികരണം വന്നിരിക്കുന്നത്.
ഈ പ്രതികരണം വന്നിരിക്കുന്നത്. ഈ പ്രതികരണമെല്ലാം ആർക്കെതിരെയാണ്? AK ആന്റണിക്കെതിരെയാണ്, AK ആന്റണിയുടെ കുടുംബത്തിനെതിരെയാണ്. ഉമ്മൻചാണ്ടിയും AK ആന്റണിയും രാഷ്ട്രീയത്തിൽ ഒന്നിച്ച് നീങ്ങിയ ആളുകളാണ്, ഒരു ഗ്രൂപ്പുകാരാണ്. AK ആന്റണിയുടെ വലം കൈയായി അല്ലെങ്കിൽ ഒരു പടയാളിയായി കൂടെ നടന്ന ആളാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിക്ക് അർഹിക്കുന്ന ഒരു പ്രാധാന്യവും AK ആന്റണി നൽകുന്നില്ല എന്ന വിമർശനമൊക്കെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഒരു ഘട്ടത്തിലും AK ആന്റണിയെ തള്ളിപ്പറയാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഉമ്മൻചാണ്ടി A ഗ്രൂപ്പിൻ്റെ പടയാളിയായി മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. AK ആന്റണി കേരള രാഷ്ട്രീയം മതിയാക്കി ദില്ലിയിലേക്ക് മാറിയപ്പോൾ, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോൾ കേരളത്തിൻ്റെ ചുമതല, A ഗ്രൂപ്പിൻ്റെ ചുമതല ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുന്നത്. ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലെ, പ്രത്യേകിച്ച് കോൺഗ്രസിലെ ഒന്നാമനായ രാഷ്ട്രീയക്കാരനായി മാറുകയും ചെയ്യുന്നത്. ആ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ് മറിയാമ്മ ഉമ്മനാണ് ഇപ്പോൾ AK ആന്റണിയുടെ കുടുംബത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത്. AK ആന്റണിയുടെ കുടുംബത്തെ പേര് പറഞ്ഞ് വിമർശിച്ചിട്ടില്ല, AK ആന്റണിയെ വിമർശിച്ചിട്ടില്ല. എന്നാൽ അനിൽ ആന്റണിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അനിൽ ആന്റണി BJPയിലേക്ക് പോയതിൽ വലിയ വിഷമമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പറയുകയാണ്, എൻ്റെ കുടുംബത്തിൽപ്പെട്ട എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളെ കഷ്ണമാക്കി മാറ്റിയാലും BJPയിലേക്ക് പോകില്ല എന്നാണ്. കഷ്ണമാക്കി മാറ്റിയാലും BJPയിലേക്ക് പോകില്ല എന്നാണ്. എന്ന് വെച്ചാൽ കോൺഗ്രസിനോട് അത്രമാത്രം അടുപ്പമുണ്ട് ഞങ്ങൾക്ക്. അത്തരം ഒരു അടുപ്പം മക്കളിലേക്ക് പകർന്നു നൽകാൻ ഉമ്മൻചാണ്ടിക്ക് കഴിഞ്ഞിരുന്നു. എന്നാൽ AK ആന്റണിക്ക് അങ്ങനെ കഴിഞ്ഞോ? K കരുണാകരന് അങ്ങനെ കഴിഞ്ഞോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. മറിയാമ്മ ഉമ്മൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആ സത്ത അല്ലെങ്കിൽ ആ പാരമ്പര്യം എല്ലാം ഉൾക്കൊണ്ടവരാണ് ഞങ്ങൾ. ഉമ്മൻചാണ്ടി ഞങ്ങളെ അത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നു ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും മക്കളും. അതേസമയം AK ആന്റണിക്ക് അത് കഴിഞ്ഞില്ല, K കരുണാകരന് അത് കഴിഞ്ഞില്ല എന്ന് പറയുക കൂടിയാണ് മറിയാമ്മ ഉമ്മൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, മറിയാമ്മ ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ കുടുംബവും AK ആന്റണിയുടെയും K കരുണാകരൻ്റെയും കുടുംബത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു. K കരുണാകരൻ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിപ്പുള്ള AK ആന്റണിയെ നേരിട്ട് വിമർശിക്കുന്നതിന് തുല്യമാണ് മറിയാമ്മ ഉമ്മൻ്റെ ഈ വാക്കുകളെന്ന് പറയേണ്ടിയിരിക്കുന്നു.